എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് യെസ് ഓർ നോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ 6 കാർഡ്സാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 6 നമ്പർ, അതായത് 1 to 6 വരെയുള്ളതിൽ ഏതെങ്കിലും നമ്പർ നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കാം. സോ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്കുള്ള ഉത്തരം. ഒന്നിൽ കൂടുതൽ നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിൽ വിചാരിച്ചിട്ട് അതിന് ഓരോ നമ്പറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് നോക്കാം. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 8 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. 8 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു യെസ് ആണ്. സോ യെസ് എന്ന ഇവിടെ നമ്മൾ പലപ്പോഴായിട്ടും പലരുടെയും ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ടൊരു വൈകുന്ന, അല്ലെങ്കിൽ ഇത് ശരിയാണോ, ഇത് വേണോ, ഇത് യെസ് ആണോ നോ ആണോ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ഇതൊരു സ്ട്രോങ് യെസ് ആണ്. സ്ട്രോങ് യെസ്സും അല്ലാതെ ഹാഫ് മൈൻഡഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനും ആകാം. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊട്ടും സ്റ്റക്കല്ല. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് യെസ് ആണ് വന്നിരിക്കുന്നത്. ഇതൊരു സ്പ്ലിറ്റ് സെക്കൻഡിൽ തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്യാണ്. അതിനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ഇതിനൊരു പോസിറ്റീവ് ഔട്ട്കം തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇവിടെ യെസ് പറയുക, അതിന് എന്ത് കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും ഇനി കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ഈ ഒരു യെസ് പറഞ്ഞതിന് ശേഷം നിങ്ങൾ മുന്നോട്ടേക്ക് അതിൻ്റെ ആക്ഷൻ എടുക്കുകയും അതൊരു പോസിറ്റീവ് എനർജിയാണ്. ഗുഡ് ന്യൂസ് തന്നെയാണ് മുന്നോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടുന്ന ഒരു കാര്യമാണെങ്കിൽ അധികം ആലോചിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ മൂവ് ഫോർവേഡ്. ഇറ്റ്സ് എൻ യെസ്. ഓക്കെ, ഇനി നമ്മൾ നമ്പർ 2 ആണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾ നമ്പർ 2 ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. തീർച്ചയായിട്ടും ഇതൊരു യെസ് തന്നെയാണ്. ഈ ഒരു ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി പറയുമ്പോൾ യെസ് ആണ് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഒരു യെസ് പറഞ്ഞത് കൊണ്ട് കാര്യമൊന്നും ആയില്ല. നിങ്ങൾ അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് യെസ് പറഞ്ഞു, അതിനുശേഷം നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടില്ല. ഓഫ് കോഴ്സ് നിങ്ങളത് യെസ് ആണ്, പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷനാണ് മെയിൻലി ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ജോലിയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമാണ്, വിദ്യാഭ്യാസ കാര്യമാണ്, എന്ത് കാര്യമാണ് എങ്കിലും കുറച്ച് പറയാനുള്ളത് ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കേണ്ടത് അനിവാര്യമാണ്. രണ്ടാമത്തേത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ ഒരു സ്വന്തം ഒരു സെൽഫ് വർത്ത് നിങ്ങൾക്ക് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ഒരു പോസിറ്റീവ് മെസ്സേജാണിത് തരുന്നത്. കാരണം നിങ്ങൾ യെസ് പറഞ്ഞ് നിങ്ങൾ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുക, കഠിനമായിട്ട് പ്രയത്നിക്കാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു സെൽഫ് മെയ്ഡ് പേഴ്സണായിട്ട് ഉയരാനായിട്ട് പറ്റുമെന്ന് തന്നെയുള്ളതാണ് ഇതിവിടെ നിങ്ങൾക്കായിട്ട് നൽകുന്ന സന്ദേശം. ഓക്കെ, ഇനി നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് നമ്പർ 3 ആണെങ്കിൽ, നിങ്ങൾ നമ്പർ 3 ആണ് ചൂസ് ചെയ്തെങ്കിൽ ഫുൾ എനർജിയാണ്. ഇറ്റ്സ് എ വെരി സ്ട്രോങ് യെസ് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് പക്ഷേ ഇവിടെ നിങ്ങൾ യെസ് പറയുന്നു, മറ്റൊരാളെ വിശ്വസിച്ചിട്ടാവരുത് അത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാവരുത്. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ സ്വയമുള്ളൊരു വിശ്വാസം അനിവാര്യമാണ്. കാരണം നിങ്ങളിപ്പോൾ യെസ് പറയുമ്പോഴും നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കണ്ടിട്ടാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകാതിരിക്കുക. നിങ്ങൾ മറ്റൊരാളെ കണ്ടിട്ടാവരുത് യെസ് പറയുന്നത്. നിങ്ങളെ തന്നെ വിശ്വസിച്ചിട്ടാണ്. കാരണം ഇതിൽ നിങ്ങൾ യെസ് പറയുന്നത് മുന്നോട്ടേക്ക് നിങ്ങളാണ് അതിനനുസരിച്ച് ആക്ഷൻ എടുക്കേണ്ടത്. നിങ്ങളാണ് അതിന് വേണ്ടിയിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടുന്നൊരു കാര്യം സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഫുൾ എനർജി എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലുള്ള നിങ്ങളുടെ വിശ്വാസമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളിതിന് റെഡിയാണ്. യു ആർ റെഡി ഇവിടെ. കാരണം ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ യു മേ നോട്ട് ബി ഫീലിംഗ് റെഡി. കാരണം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾ റെഡിയാണെന്ന്. പക്ഷേ യെസ്, യു ആർ റെഡി. ആ ഒരു യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതിൽ വിശ്വസിക്കുക. ആ ഒരു പോസിറ്റീവ് ഫീല് നിങ്ങൾക്ക് ഉള്ളിലൊരു ചില സിറ്റുവേഷനിൽ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ഉള്ളിലൊരു ഭയം ഉണ്ടാവും. ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെയോ ഭയം, നെർവസ്നെസ്സാണ്. അത് നെർവസ്നെസ് വരുമ്പോൾ അത് എപ്പോഴും നെഗറ്റീവ് ആണെന്ന് ചില ആളുകൾ ചിന്തിക്കും. എപ്പോഴും ഇത് നെഗറ്റീവ് ആയിരിക്കണമെന്നത് ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടിട്ട് വരുന്നതാവാം. അതൊരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ഭയം കൊണ്ടിട്ടാണ്. പക്ഷെ ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും യെസ് പറഞ്ഞ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക.
ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് സപ്പോർട്ട്, ഇൻഫിനിറ്റ് സപ്പോർട്ട് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോവുക. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ഇതൊരു മിഡിൽ റേഞ്ച് പറയാം. കാരണം ഇവിടെ യെസ് ആണോ നോ ആണോ എന്നുള്ളത് വികാരത്തിൻ്റെ പുറത്തല്ല തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. കാരണം ഇത് അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു യെസ്സോ നോ അല്ല, മറിച്ച് ഇവിടെ നിങ്ങൾ ഒരു വികാരത്തിൻ്റെ പുറത്ത് അല്ല തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. വളരെയധികം ഓപ്പണായിട്ട് ധൈര്യമായിട്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക. അതേപോലെ തന്നെ ഒരു നല്ല രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആസ്വദിക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത്, അതായത് തീരുമാനം എന്തായാലും അത് നിങ്ങളുടെ കൈകളിലാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രാക്ടിക്കലായിട്ട് എടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ വികാരത്തിന് അടിമപ്പെട്ട് തീരുമാനം എടുക്കാം. ചിലപ്പോൾ ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്, അത് തെറ്റല്ല. പക്ഷെ അതിനനുസരിച്ചിട്ട് ഇപ്പോഴേ അതിലേക്ക് പോകാനുള്ള പ്രാപ്തി നിങ്ങൾക്കായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് അതിലേക്ക് പോവുക. ഇങ്ങനെയുള്ളൊരു ഇതിൽ ഇപ്പോൾ ഒരു പ്രണയമാണ് സ്വർണ്ണമെങ്കിൽ ഡു യു ബിലീവ് ഈ ഒരു തരത്തിലുള്ളൊരു ട്രൂ ലവ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതിൽ നിങ്ങളതിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൽ സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇവിടെ ചില സിറ്റുവേഷനിൽ നിങ്ങൾ ആലോചിച്ച് അതായത് ആളുകൾ നിങ്ങളിലേക്ക് ഭയങ്കര ഫ്ലർട്ടേഷ്യസ് ആയിട്ടുള്ള ആളുകളുണ്ടാവാം. അപ്പോൾ മനസ്സ് കൈവിട്ടു പോകാതെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, കണ്ണടച്ച് ഇരുട്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി പ്രാക്ടിക്കലാണോ അല്ലയോ എന്ന് നോക്കുക, എന്നിട്ട് എസോർണോ പറയാം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളിനി ചൂസ് ചെയ്തേക്കുന്ന നമ്പർ 5 ആണ് എങ്കിൽ 9 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഇത് പറയുകയാണെങ്കിൽ ഒരു നോ ആയിട്ട് കരുതാം. ലിറ്ററലി ഇതൊരു നോ ആയിട്ട് കരുതാമെന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ചില സിറ്റുവേഷൻസ്, റിലേഷൻഷിപ്പിലാണെങ്കിൽ പ്രത്യേകിച്ചും ഇതൊരു നോയാണ്. കാരണം നിങ്ങൾക്കിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നോ പറയാൻ മടിയുള്ള ആളുകൾ വന്നിട്ട് എന്തിനും ചോദിക്കുമ്പോൾ യെസ് പറയുന്ന ഒരു സ്വഭാവ രീതിയാണ് നിങ്ങൾ. എങ്ങനെ നോ പറയുന്നുള്ള പേടി കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും നോ പറയുക. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നോ പറയാനുള്ളൊരു പല കാരണങ്ങൾ കൊണ്ടിട്ടുള്ള മടി. അപ്പോൾ അത് ധൈര്യമായിട്ട് നോ പറയുക എന്നുള്ളതാണ്. അതേസമയം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇനി ഇതുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല, ഇനി ഇതിന് മുന്നോട്ടേക്കൊന്നുമില്ല, ഗീവ് അപ്പ് ചെയ്യാനോ, റിലേഷൻഷിപ്പിൽ മെയിൻലി ഇത് നോ ആണ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതേസമയം കരിയർ റിലേറ്റഡ് ആണെങ്കിൽ ഇവിടെ ഇനിയൊരു ഫൈനൽ പുഷിന് ടൈമുണ്ട്. ഡോണ്ട് ഗീവ് അപ്പ്. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. അത് പൂർണ്ണമായിട്ട് അത് വിട്ട് കളയേണ്ട സമയമല്ല. നിങ്ങൾ എന്താ പറയുക, നമ്മൾ പറയില്ലേ, അതിൽ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് വിട്ട് കളയാതിരിക്കുക. ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് കരിയർ, എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള രീതിയിലാണ് എങ്കിൽ വിട്ട് കളയാതിരിക്കുക. ഇനിയും സമയമുണ്ട്. കുറച്ചും കൂടി ഒന്ന് പുഷ് ചെയ്യാം മുന്നോട്ടേക്ക് പോകാനായിട്ട്. അത് ആ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇവിടെ വെച്ച് നിങ്ങളത് വിട്ട് കളയാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ലാസ്റ്റ് വന്നിട്ട് ഇനി 10 ഓഫ് കപ്സ് എനർജിയാണ്. 10 ഓഫ് സൂട്ട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു എൻഡിങ് ആണ്. സോ ഇറ്റ് ഈസ് നോ ആണ് പൂർണ്ണമായിട്ടും. കാരണം ഇവിടെ ഒന്ന് പറയാനുള്ളത് റിലേഷൻഷിപ്പിലെ സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു റീകൺസിലേഷൻ, നിങ്ങൾ പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുള്ള വ്യക്തി തിരിച്ച് ലൈഫിലേക്ക് വന്ന് വീണ്ടും റീകൺസിലേഷൻ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ വീണ്ടും ഒരുമിക്കാം, ഡിവോഴ്സ് ആവാൻ നിൽക്കുന്നവർ, പ്രണയിച്ച് വേറെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായത്, വേറെ ആരെങ്കിലുമായിട്ട് ബന്ധം വെച്ചിട്ട് തിരിച്ചു വന്നിട്ടുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ തിരിച്ചു വരുന്നവരെ സ്വീകരിക്കാതിരിക്കുക. സേ നോ. ഇനി ഈ റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല എന്നുള്ളത് മുന്നോട്ടേക്ക് പോകുക. കാരണം ഇതൊരു അധ്യായമാണ്. ഈ എൻഡ് ചെയ്ത, അതായത് നിങ്ങൾ വായിച്ചു തീർന്ന പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും വായിക്കാതിരിക്കുക. അത് വായിച്ചു കഴിഞ്ഞതാണ്, അത് ക്ലോസ് ചെയ്തു. ഇനി പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
ഈ ഒരു ബുക്ക് ഇതിൻ്റെ ഒരു എൻഡിങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് വേറെ പല പല കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഇതിവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത്. ഇവിടെ നോ ആണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി വീണ്ടും തിരിച്ചു വരുന്നവരെ സ്വീകരിക്കാതിരിക്കുക. അതേപോലെ ഒരു ഇന്നർ സ്ട്രെങ്ത് വച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക ധൈര്യമായിട്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് എങ്കിലും അവിടെയും യെസ് ഓർ നോ സംശയം ഉണ്ടെങ്കിൽ നോ ആണ് ഇവിടെ. അവിടെയും പൊതുവിൽ ഇതൊരു നോ കാർഡാണ്. നോ പറയാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള സന്ദേശങ്ങൾ. യെസ് ഓർ നോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.